ആദ്യ പാർലമെന്റ് യോഗത്തിന് പിന്നാലെ ബി.ജെ.പിയെ തഴഞ്ഞിരിക്കുകയാണ് ബി.ജെ.ഡി. ബി.ജെ.പിക്കെതിരായ ശക്തമായ പ്രതിപക്ഷമാകുവാൻ പാർട്ടി എം.പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി.ജെ.ഡി. നേതാവും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്. ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.ഡി. അതായത് ബിജു ജനതാദൾ പാർട്ടി അവരുടെ ഒരു മർമ്മം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 2 മോദി മന്ത്രിസഭയിലും പല വിവാദ ബില്ലുകളും ബി.ജെ.ഡിയുടെ പിന്തുണയോടെ ആയിരുന്നു ബി.ജെ.പി പാസാക്കി എടുത്തിരുന്നത്. നിലവിൽ ബി.ജെ.ഡിക്ക് 9 എം.പിമാരും ബി.ജെ.പിക്ക് ഒരാള് മാത്രമാണ് രാജ്യസഭയിലുള്ളത്. രാഷ്ട്രീയമായി 2 ചേരിയിലാണ് ബി.ജെ.പിയും ഒഡീഷയിലെ ഭരണകക്ഷിയായ ബി.ജെ.ഡിയും. എങ്കിലും ഇക്കാലം വരെ ലോക്സഭയിലും രാജ്യസഭയിലും ബി.ജെ.ഡിയുടെ പിന്തുണ എന്നും ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുമുണ്ട്. പല വിവാദ ബില്ലുകളും ലോക്സഭയും രാജ്യസഭയും കടക്കാൻ ബി.ജെ.പിയെ സഹായിച്ചത് നവീൻ പട്നായിക്കിന്റെ ബി.ജെ.ഡിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരുമിച്ച് ഒരു കൈ നോക്കാൻ ബി.ജെ.പിയും ബി.ജെ.ഡിയും തീരുമാനിച്ചിരുന്നുവെങ്കിലും സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിന്നതോടെ ഈ സഖ്യം വേണ്ട എന്നും പഴയതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ മതിയെന്നും ഇരു പാർട്ടികളും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ലോക്സഭയിൽ 21-ൽ 20 സീറ്റും ബി.ജെ.പി നേടി. ബാക്കിയുള്ള ഒരു സീറ്റ് കോൺഗ്രസും കൈക്കലാക്കി. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം ഒഡീഷയിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ ഇത്രയും കാലം ഒരു പാത്രത്തിൽ ഉണ്ടുമുറങ്ങിയും കിടന്നവർ 2 പാത്രത്തിലേക്കായി മാറി. അങ്ങനെയാണ് 18ാം ലോക്സഭ ചേരുന്നതിന് തൊട്ടു പിന്നാലെ ശക്തമായ പ്രതിപക്ഷമാകുമെന്ന് നവീൻ പട്നായിക് അറിയിക്കുന്നത്. നിലവിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യമായതിനാൽ നവീൻ പട്നായിക്കിന്റെ ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഈ ബി.ജെ.ഡി. ഇന്ത്യ സഖ്യത്തിലേക്ക് ചുവടുമാറുന്നതിന്റെ സൂചനകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിലെ 234 സീറ്റുകളിൽ നിന്നും ബി.ജെ.ഡിയുടെ 9 സീറ്റുകൾ കൂടി ചേർക്കുമ്പോൾ 243 സീറ്റുകൾ സഖ്യത്തിന് സ്വന്തമാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാളെ മുതൽ ബി.ജെ.ഡിയിൽ നിന്നുമുള്ള നേതാക്കളെ ചാക്കിട്ട് പിടിക്കുവാനുള്ള നീക്കമായിരുന്നു ബി.ജെ.പി നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഭൂരിഭാഗവും ബി.ജെ.പി വിജയിക്കുകയും ചെയ്തിരുന്നു. മത്സരിച്ച് ജയിച്ചാൽ ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനമായിരുന്നു ബി.ജെ.ഡി. നേതാക്കൾക്ക് മുന്നിൽ ബി.ജെ.പി വെച്ച ഓഫർ. ഈ ഓഫർ സ്വീകരിച്ച ബി.ജെ.ഡിയിൽ നിന്നും ബി.ജെ.പിയിലേക്ക് കൂപ്പുകുത്തിയ ആളായിരുന്നു പാർലമെന്റിലെ ഇന്നലത്തെ പ്രോ ടൈം സ്പീക്കറായിരുന്ന ഭർതൃഹരി മെഹ്താബ്. നിലവിൽ ബി.ജെ.ഡിയിൽ നിന്നും 6 തവണ എം.പി ആയിട്ടുള്ള മെഹ്താബിനെ വളച്ചൊടിച്ച് ബി.ജെ.പി കൂടെ കൂട്ടിയതിൽ നവീൻ പട്നായിക് അസ്വസ്ഥനായിരുന്നു. പിന്നെ 8 തവണ എം.പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞുകൊണ്ട് ഭർതൃഹരി മെഹ്താബിനെ പ്രോ ടൈം സ്പീക്കറാക്കുകയും ചെയ്തതോടെ ബി.ജെ.പിയുടെ കഴുകൻ സ്വഭാവത്തിൽ മനം മടുത്തുകൊണ്ട് ബി.ജെ.ഡി. ഇനി ഒപ്പം നിൽക്കേണ്ട, എതിർത്ത് നിന്ന് പോരാടാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാർലമെന്റിൽ പാർട്ടി എം.പിമാരിൽ ഒഡീഷയിലെ 4.5 കോടി ജനങ്ങളുടെ ശബ്ദമാകുമെന്നും പട്നായിക് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനം, ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ശക്തമായി ഉന്നയിക്കണം. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് എം.പിമാർ ഉറപ്പുവരുത്തണമെന്നും നവീൻ പട്നായിക് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ ബി.ജെ.പിയുടെ അല്ലറ ചില്ലറ തട്ടിപ്പുകളും നവീൻ പട്നായിക് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 15 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം തടഞ്ഞത്. വരും ദിവസങ്ങളിൽ കുറഞ്ഞത് 20 ലക്ഷം പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകളെങ്കിലും പാർട്ടി ആവശ്യപ്പെടുമെന്നും ബി.ജെ.ഡി. നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ 10 വർഷത്തെ ഭരണം ഒഡീഷയിലെ തീരദേശ ഹൈവേയുടെ പണി തടസ്സപ്പെടുത്തിയെന്നും പാർട്ടി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബി.ജെ.ഡി. തഴഞ്ഞതോടെ ബി.ജെ.പിക്ക് മുന്നിലെ ഏറ്റവും വലിയ ടാസ്ക് ഇതുവരെ ഇവരുടെയൊക്കെ പിന്തുണയോടെ ചുളിവിൽ പാസാക്കിയെടുത്തതുപോലെ ഇനി ബില്ലുകളൊന്നും ആ പഴയപടി പാസാക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ശക്തമായ പ്രതിപക്ഷം നിൽക്കുമ്പോൾ തന്നിഷ്ടങ്ങൾ എന്നിയൊന്നും നടക്കുകയുമില്ല.